ഹായ് എവരിവൺ, എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LP വിഭാഗത്തിൽ ചാർട്ട് നിർമ്മാണത്തിന് നൽകിയിരിക്കുന്ന വിഷയം കുളം ഒരു ആവാസ വ്യവസ്ഥ എന്നതാണ്. ചാർട്ട് നിർമ്മാണത്തിന് ലഭ്യമായ സമയം 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂറിൽ പരമാവധി 3 ചാർട്ട് വരെ വരയ്ക്കാവുന്നതാണ്. ജഡ്ജ്മെൻറ്റിന് പരിഗണിക്കുന്ന വിലയിരുത്തൽ സൂചകങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. 1. ശാസ്ത്രീയ സമീപനം. 2. നവീനത. 3. വിശദീകരണം. 4. വൃത്തിയും ആകർഷണീയതയും. ഇതോടൊപ്പം തന്നിരിക്കുന്ന വിഷയത്തിന് പാഠഭാഗവുമായുള്ള ബന്ധം വ്യക്തമാക്കേണ്ടതാണ്. ചാർട്ട് നിർമ്മാണത്തിനാവശ്യമായ റൈറ്റപ്പ് നോട്ടുകൾ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ വരുന്നതാണ്. ഏറ്റവും ലളിതമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കുളം. ഇതിലെ അജീവീയവും ജീവീയവുമായ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. അവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നോക്കാം. കുളത്തിൽ വസിക്കുന്ന മത്സ്യങ്ങൾ, ഞണ്ട്, ഞവണിക്ക, നീർക്കോലി, പായലുകൾ, ജലസസ്യങ്ങൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയവ ജീവീയ ഘടകങ്ങൾ അഥവാ ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. കുളത്തിലെ ജലം, മണ്ണ്, വായു, സൂര്യപ്രകാശം, താപം എന്നിവ ഈ ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായ അജീവീയ ഘടകങ്ങൾ അഥവാ അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. കുളം അതിലെ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു. കുളത്തിലെ ജലത്തിൻ്റെ അനുയോജ്യമായ താപനില ഈ ജീവികളുടെ നിലനിൽപ്പിന് സാധ്യമാക്കുന്നു. ജലജീവികൾ കുളത്തിലെ ജലം കുടിക്കുന്നു. മത്സ്യങ്ങൾ ജലത്തിലെ ഓക്സിജൻ ശ്വസിക്കുന്നു. കുളത്തിലെ ചെളി, പൊത്തുകൾ, കല്ലുകൾ തുടങ്ങിയവ മത്സ്യങ്ങൾ, ഞണ്ട്, നീർക്കോലി, ഞവണിക്ക എന്നിവയ്ക്ക് ഒളിച്ചിരിക്കാൻ ഇടം നൽകുന്നു. കുളത്തിലെ സൂക്ഷ്മജീവികളായ ബാക്ടീരിയകൾ വെള്ളത്തിലെ മൃതവസ്തുക്കളെ വിഘടിപ്പിച്ച് അതിൻ്റെ ജൈവാംശങ്ങൾ വെള്ളത്തിലും മണ്ണിലും ചേർക്കുന്നു. ഇത് ജലസസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഒരു ആവാസ വ്യവസ്ഥയിലെ എല്ലാ ഘടകങ്ങളും ഇങ്ങനെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ആവാസ വ്യവസ്ഥയിലെ ഒരു ഘടകത്തിൻ്റെ നാശം ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു. ചാർട്ട് നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ പോയിൻറ്റ്സുകളും ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് വൃത്തിയിലും ഭംഗിയിലുമുള്ള ചാർട്ട് നിർമ്മിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സയൻസ് ഫെയറുമായി നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക.